ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ശ്ലീഹാകാലത്തിൻ്റെ 5-ാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് ദൈവ പരിപാലനയുടെ ആവശ്യകതയെക്കുറിച്ച്, ദൈവപരിപാലനയുടെ സംരക്ഷണത്തെക്കുറിച്ച്, ദൈവ പരിപാലനയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദൈവപരിപാലന എന്ന് പറയുമ്പോൾ മനുഷ്യനെ വ്യാമോഹിപ്പിക്കുന്ന, മനുഷ്യൻ്റെ ചിന്തകളിലേക്ക് മനുഷ്യനെ വഴി നയിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യൻ്റെ ശാരീരികവും ആത്മീയവും മാനസികവുമായ ജീവനെ പറ്റിയുള്ള ചിന്തകൾ. ഭൗതികമായ നേട്ടങ്ങളിലൂടെ ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുന്നവനാണ്. അതോടൊപ്പം തന്നെ അവൻ്റെ ശാരീരിക സൗന്ദര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതിന് വേണ്ടി കൂടുതൽ യത്നിക്കുന്നവനാണ് മനുഷ്യൻ. എന്നാൽ ഇത് രണ്ടും ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് വിട്ടുകൊടുക്കപ്പെടേണ്ട മേഖലകളാണെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ തിരുവചനം. മനുഷ്യനൊക്കെ അധ്വാനിക്കുന്നവരാണ്, അധ്വാനിച്ച് ജീവിക്കണം. എന്നാൽ അധ്വാനത്തേക്കാൾ ഉപരിയായി ദൈവാശ്രയ ബോധം മനുഷ്യനുണ്ടാകണമെന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ബാഹ്യമായ സൗന്ദര്യത്തേക്കാൾ ഉപരിയായി, ബാഹ്യമായ സമ്പത്തിനേക്കാൾ ഉപരിയായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ സമ്പന്നരാകണമെന്ന കർത്താവ് ആദ്യമായി ഈ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവാശ്രയ ബോധം, ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിത ശൈലി വളർത്തിയെടുക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. രണ്ടാമതായി കർത്താവ് പറയുന്നത് ആകുലതയെക്കുറിച്ചാണ്. ഈ ലോകത്തിൽ അസ്വസ്ഥത കൊണ്ടും ആകുലത കൊണ്ടും ഉത്കണ്ഠ കൊണ്ടുമൊക്കെ വീർപ്പുമുട്ടി ജീവിതം നിരാശയിലേക്ക് കടത്തിവിട്ട് തളർന്ന മനസ്സുമായി, തളർന്ന രോഗികളായി കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. ധാരാളം ആളുകൾ ഇന്ന് അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുകയാണ് ഈ ആധുനിക ലോകത്തിൽ. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നില്ല എന്ന് ഓർത്ത് അവർ അസ്വസ്ഥരാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, നേറുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. മക്കളുടെ വിദ്യാഭ്യാസം ശരിക്കും നടക്കുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി മൂലം, കടബാധ്യതകൾ മൂലം നെട്ടോട്ടമോടുന്നു. രോഗാവസ്ഥ കൊണ്ട് നീറിക്കഴിയുകയാണ് പലരും. എത്ര ചികിത്സിച്ചിട്ടും രോഗങ്ങൾക്ക് ശമനം കിട്ടുന്നില്ല. മക്കളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു, ജോലി കിട്ടുന്നില്ല. ജോലി കിട്ടി, അവർക്ക് വിവാഹം നടക്കുന്നില്ല. വിവാഹം കഴിഞ്ഞു, കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. ഇങ്ങനെ നിരവധിയായ നീറുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന മനുഷ്യൻ നീറുന്ന ഈ വേദനകൾ കൊണ്ട്, ആകുലതകളും അസ്വസ്ഥതകളും ഉത്കണ്ഠയും കൊണ്ട് നിറഞ്ഞ് നീറിക്കഴിയുകയാണ്. അങ്ങനെയുള്ള ജനത്തോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ആകുലപ്പെടുന്നത്? അസ്വസ്ഥരാകുന്നത് കൊണ്ട്, ആകുലപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു മുഴമെങ്കിലും കൂട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? വയലിലെ ലില്ലികളെ നോക്കുവിൻ എന്നാണ് കർത്താവ് പറയുന്നത്. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, നൂൽക്കുമെന്നുമില്ല. അവർക്ക് വേണ്ടതെല്ലാം തമ്പുരാൻ എന്നാലും സമയാസമയങ്ങളിൽ സംലഭ്യമാക്കി കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, കുരുവികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നമ്മളെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരായ നമ്മൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നില്ലേ? പിന്നെ നിങ്ങളിന്ന് ആകുലപ്പെട്ടിട്ട് എന്ത് കാര്യം? പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിന് സമർപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുകയും ചെയ്ത തമ്പുരാൻ നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിന് സമർപ്പിക്കുവിൻ,
അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ സർവ്വപ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്ന തമ്പുരാൻ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെങ്കിൽ, അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ എപ്പോഴും കരുതലുണ്ടെങ്കിൽ നമ്മൾ എന്തിനാകുലപ്പെടണം? പ്രിയപ്പെട്ടവരെ, നമുക്കില്ലാത്ത ഒരു കുറവ്, നമ്മുടെ ഉത്കണ്ഠകൾ ദൈവത്തിന് സമർപ്പിക്കുന്നില്ല, ദൈവത്തിന് കൊടുക്കുന്നില്ല എന്നതാണ്. ദൈവത്തിന് വിട്ടുകൊടുക്കാത്തിടത്തോളം കാലം നമ്മളതും ചുമന്നുകൊണ്ട് നീറി പുകഞ്ഞ് നമ്മുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആകുലത അവസാനിപ്പിക്കാം. ദൈവത്തിലുള്ള വിശ്വാസ കുറവ് കൊണ്ടാണ് ആകുലതകൾ ഉണ്ടാകുന്നത് മനസ്സിലാക്കി നമ്മുടെ ആകുലതകൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അവിടെ ആശ്വാസം കണ്ടെത്താൻ പരിശ്രമിക്കാം. നമുക്ക് അസാധ്യമായ ഒരുപാട് മേഖലകളുണ്ട്. ഈ മേഖലകളെ ദൈവത്തിന് സാധ്യമാക്കി തരുവാൻ കഴിയും ദൈവത്തിൽ ആശ്രയം വയ്ക്കുമ്പോൾ. അതുകൊണ്ട് ആകുലതകൾ അവസാനിപ്പിച്ച് ദൈവാശ്രയ ബോധമുള്ളവരായി ദൈവത്തിലേക്കെല്ലാം സമർപ്പിക്കുന്നവരായി മാറാം. മൂന്നാമതായിട്ട് കർത്താവ് പറയുകയാണ്, ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അത് ദൈവത്തിൻ്റെ കൃപാവരം നമ്മളിൽ കർത്താവ് ഉറപ്പു തരുകയാണ്. ഇങ്ങനെ കർത്താവ് ഒരു ഉറപ്പ് തരുമ്പോൾ പിന്നെ നമ്മൾ എന്തിന് ഭയപ്പെടണം? എന്തിന് ആകുലപ്പെടണം? പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ പ്രസാദിച്ചിരിക്കുന്നു, നമുക്ക് അനുഗ്രഹങ്ങൾ തരുവാൻ അവിടുന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് വചനം ഉറപ്പിച്ചു പറയുകയാണ്. പിന്നെ നമ്മൾ എന്തിനാണ് സംശയിക്കുന്നത്? പിന്നെ നമ്മൾ എന്തിനാണ് വിശ്വാസക്കുറവുള്ളവരായി മാറുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഈ വാഗ്ദാനത്തിൽ ഉറച്ചു നമുക്ക് വിശ്വസിക്കാം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരും. ഇനിയും അവസാനമായി കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ നിക്ഷേപം ഒരിക്കലും ചിതലരിക്കാത്ത സ്ഥലത്തായിരിക്കട്ടെ. സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ സൂക്ഷിക്കുവിൻ. ഭൗതികമായ നിക്ഷേപങ്ങളൊക്കെ നഷ്ടപ്പെടും, എന്നാൽ ദൈവസന്നിധിയിൽ നാം നിക്ഷേപിക്കുന്ന കാര്യങ്ങൾ ഒന്നും നഷ്ടപ്പെടുകയില്ല. അത് എന്നേക്കുമായുള്ള കരുതലാണ്. അതുകൊണ്ട് ദൈവത്തിന് ഹിതകരമായ ജീവിതം നയിച്ചുകൊണ്ട്, ദൈവേഷ്ടത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ സ്വീകാര്യരായി മാറുക എന്നതാണ് ദൈവസന്നിധിയിലുള്ള നിക്ഷേപം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഭൗതിക സമ്പത്തിന് വേണ്ടി നെട്ടോട്ടം കൂടാതെ ആത്മീയമായ സമ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരായി മാറുവാനും, അങ്ങനെ ആത്മീയ സമ്പത്ത് കൂടുതൽ സ്വർഗത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ സമ്പന്നരാകുവാൻ തയ്യാറാകണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. അതെ, കർത്താവ് ഈ നൽകുന്ന ഈ സന്ദേശം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവമായി മാറട്ടെ, ജീവിതത്തിൻ്റെ ഭാവമായി മാറട്ടെ. കുടുംബങ്ങളായി ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുദിനവും അധ്വാനിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണല്ലോ നമ്മൾ. എന്നാൽ ആ അധ്വാനത്തിനേക്കാൾ ഉപരിയായി ദൈവസന്നിധിയിൽ സമ്പത്ത് കണ്ടെത്തുന്നവരായി മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. എല്ലാ ആകുലതകളും, കുടുംബങ്ങളിലെ അസ്വസ്ഥതകളും, പ്രശ്നങ്ങളും, നീറുന്ന മുറിവുകളും ഒക്കെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. അവിടുന്ന് കരനീട്ടി സ്പർശിച്ച് നമ്മുടെ മാനസികവും ശാരീരികവുമായ എല്ലാ മുറിവുകളും സൗഖ്യപ്പെടുത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. ദൈവാശ്രയ ബോധമുള്ളവരായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കുടുംബത്തിൻ്റെ ആ സ്വർഗീയ സൗന്ദര്യം ആസ്വദിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ എപ്പോഴും സ്വീകാര്യരായി മാറുവാൻ ആഗ്രഹിക്കാം. അതിനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തിജീവിതത്തിൽ ഈശോ വസിക്കുന്ന സ്ഥലമായി മാറട്ടെ. ഹൃദയങ്ങൾ ഈശോയ്ക്കായി തുറന്നിടാം. കുടുംബങ്ങൾ ഈശോയുടെ വാസസ്ഥലമാക്കി മാറ്റാം. അപ്രകാരം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമൊക്കെ ദൈവം സമ്പന്നനാകുവാനും ദൈവസന്നിധിയിൽ സമ്പന്നരാകുവാനും നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.